ഓണം പായസമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഹാരത്തിന്റെ കാര്യത്തിലും വൈവിധ്യം ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെയാണ് ചൈനീസ്, അറബിക്, കോണ്ടിനെന്റൽ അങ്ങനെ പലതരം ആഹാരങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണവും. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് എത്ര വെറൈറ്റി ഉള്ള ആഹാരം കഴിച്ചാലും നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. നമ്മുടെ അമ്മ നമുക്ക് സ്നേഹത്തോടെ വിളമ്പിത്തരുന്ന ഭക്ഷണം. അതിൻ്റെ സ്വാദും മാധുര്യവും മറ്റൊന്നിനുമില്ല. ഈ ഓണത്തിന് നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടി വൈവിധ്യമാർന്ന കുറേയേറെ പായസക്കൂട്ടുകൾ ഞങ്ങളിവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇന്നത്തെ ഓണം പായസമേളയിൽ 4 കണ്ടസ്റ്റൻസ് ആണുള്ളത്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഞാൻ മേരി, കണ്ണൂർ ജില്ലയിലെ തലപ്പറമ്പിൽ നിന്നും വരുന്നു. പായസമേളയിൽ പങ്കെടുക്കാനാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. ഞാൻ നിർമ്മല ബാലചന്ദ്രൻ, എറണാകുളത്ത് നിന്ന് വരുന്നു. ശരിക്കുമുള്ള വീട് പത്തനംതിട്ട ജില്ല അടൂരാണ്. ഒരു പ്രത്യേക വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹായ്, ഞാൻ സുജ സുരേഷ്, തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഒരു പുതിയ പായസമാണ് പരീക്ഷിക്കാൻ പോകുന്നത്. ഹായ്, ഞാൻ ബിൻസി, കാക്കനാട് നിന്ന് വരുന്നു. ഞാനൊരു പ്രീ സ്കൂൾ ടീച്ചറാണ്. ഞാനിവിടെ ഫ്ലവേഴ്സിൻ്റെ പായസമേളയിൽ പങ്കെടുക്കാൻ എത്തിയതാണ്, ഒരു വെറൈറ്റി പായസമായിട്ട്. ഒരിക്കൽ കൂടി ഓണം പായസമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ശ്രീമതി നിർമ്മല ബാലചന്ദ്രൻ. മാഡം എന്ത് ചെയ്യുന്നു? ഞാനൊരു നിർമ്മൽ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് ബിസിനസ്. ബിസിനസ്സിൽ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങി വിജയിച്ച ഒരാളാണ്. ടൈലറിംഗ് യൂണിറ്റ് ആയിട്ടാണോ? ടൈലറിംഗ് യൂണിറ്റും ഉണ്ട്, പിന്നെ ഡിസൈനും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് വേറെ ഷോപ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് മാഡത്തിന്. ലോക പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ സഹോദരിയുടെ മകൾ കൂടിയാണ്. അതെ അല്ലേ? ശരി, മാഡത്തിന് വരാൻ ഞാൻ ചേച്ചിന്ന് വിളിക്കാം. ചേച്ചിന്ന് വിളിച്ചു. എന്ത് പായസമാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്? അത് കരിക്കും കൊണ്ടുള്ള ഒരു പായസം. കരിക്കുകൊണ്ട്. ശരി, എന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം. ശർക്കര, നെയ്യ്, കശുവണ്ടി പരിപ്പ്, ഏലക്ക, തേങ്ങാപ്പാല്, പിന്നെ കുറച്ച് അരിപ്പൊടിയുണ്ട്, പിന്നെ കരിക്കും. ഇത് ചേച്ചി പണ്ട് നേരത്തെ വീട്ടിൽ വെച്ചിട്ടുണ്ടോ? വീട്ടിൽ വെച്ചിട്ടുണ്ട്. ശരി, ആരെങ്കിലും പറഞ്ഞു തന്ന റെസിപ്പിയാണോ അതോ സ്വന്തമായിട്ട്? എന്റെ ഹസ്ബൻഡ് കോക്കനട്ട് ബോട്ടിലാണ് ജോലി ചെയ്യുന്നത്. അത് ശരി, അതുകൊണ്ടാണ് കരിക്കിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് അതെ അതെ, മലയാളികളൊന്നും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും. അപ്പൊ ഓൾ ദി ബെസ്റ്റ് വിഷസ് ചേച്ചി. നന്നായിട്ട്. ശരി ശരി. നമ്മുടെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ബിൻസി എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുവാണോ? ഞാനൊരു പ്രീ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. പ്രീ സ്കൂൾ ടീച്ചറാണ്. അത് ശരി. ഇന്ന് എന്ത് പായസമാണ് ഇവിടെ തയ്യാറാക്കുന്നത്? ഞാനിന്ന് മുളയരി, ഇത് തെങ്ങിൻ പൂക്കുല, മുളയരി തെങ്ങിൻ പൂക്കുല പായസം. അത് ശരി, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. മുളയരി കുറെ മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉള്ളതാണ്. ഇത് ആര് പറഞ്ഞു തന്നതാ? ഇത് പണ്ട് നമ്മൾ തെങ്ങിൻ പൂക്കുല വെച്ചിട്ടൊക്കെ ഒത്തിരി തെങ്ങിൻ പൂക്കുല കുറുക്ക്, തെങ്ങിൻ പൂക്കുല രസായനം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ രസായനം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ കുറച്ച് മടിയൊക്കെയാണ്. അപ്പോൾ ഇത് പായസത്തിന്റെ രൂപത്തിലായാലും, പിന്നെ ഈ മുളയരി എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഹെൽത്ത് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പായസ രൂപത്തിലാകുമ്പോൾ ആർക്കും കഴിക്കാനും മടി ഉണ്ടാവില്ല. ഒരു രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം. ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് മുളയരി, പിന്നെ ഇത് തെങ്ങിൻ മുളയരി നമ്മൾ 12 മണിക്കൂർ കുതിർത്തി കുക്കറിൽ, നല്ല വേവുള്ളതാണ്. 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വേവിച്ച് വെച്ചത്. തലേദിവസം, അതെ അതെ, തലേദിവസം ഇട്ട് വെക്കണം. വേവിച്ചതാണത്. ഇത് ഇളം തെങ്ങിൻ പൂക്കുല കുതിർത്ത പച്ചരിയായിട്ട് ചേർത്ത്. അതും കുറെ നേരം കുതിർത്ത് വെക്കണോ അതോ? ഇല്ല, തെങ്ങിൻ പൂക്കുല കുതിർക്കണ്ട, പച്ചരി മാത്രം കുതിർത്തത് തെങ്ങിൻ പൂക്കുലയായിട്ട് അരച്ചതാണ്, മിക്സിയിൽ അടിച്ചതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഈന്തപ്പഴം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാല്, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനം ചോളം, തേങ്ങാക്കൊത്തുകൾ, ചോളം നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നത്. ചോളവും തേങ്ങാക്കൊത്തും കശുവണ്ടി പരിപ്പും നെയ്യിൽ വറുത്ത് വെച്ചതാണ്. കുറെ ഐറ്റംസ് ഉണ്ടല്ലേ? പക്ഷെ അത് ഭയങ്കര സിമ്പിൾ ആണ്. ഐറ്റംസ് കുറെ ഇരിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. ശരി, അപ്പൊ ബിൻസി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നമ്മുടെ മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് സുജ ചേച്ചി എന്ത് പായസാണെന്ന്? ഞാൻ റംബുട്ടാൻ ആപ്പിൾ ബനാന കൊണ്ടുള്ളൊരു മിക്സ് ഫ്രൂട്ട് പായസമാണ്. ഓ, റംബൂട്ടാൻ ആപ്പിൾ ബനാന 3 ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ള ഒരു പായസം. അപ്പൊ അതിന് തിക്കനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ചവ്വരി ചേർക്കുന്നുണ്ട്. ഇതിന് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ്? ശർക്കര പാനി കാച്ചിയത്, പാനി കാച്ചിയത്, പിന്നെ ആപ്പിളും റംബുട്ടാനും പഴവും നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം നെയ്യില് വറുത്തിട്ട് നമ്മൾ നെയ്യിൽ വാട്ടിയിട്ട് ഉടച്ചെടുക്കണം. അതിനുശേഷം ശർക്കര പാനി ചേർത്ത് ഇപ്പൊ തിക്കനിങ് ഏജന്റ് ആയിട്ട് ഞാൻ ഇത് ചവ്വരി കുറുക്കി കിട്ടാനായിട്ട്. അപ്പൊ തരി ഇല്ലല്ലോ ഇതെല്ലാം. അത് ചേർത്ത് നന്നായിട്ട് ശർക്കര പാനി ചേർത്ത് ഇളക്കി വഴറ്റിയ ശേഷം പാലൊഴിക്കാം. ഇതെന്താണ്? റംബുട്ടാന്റെ അതും വേവിച്ച് ഉടച്ചു വെച്ചിരിക്കും. അത് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാമോ അതോ അത് സെപ്പറേറ്റ്? എല്ലാം ഒരുമിച്ച്. ഇത് ആരെങ്കിലും പറഞ്ഞു തന്നാണോ അത് നെറ്റിൽ നിന്ന് കിട്ടിയതാണോ? ഞാൻ തന്നെ ഇന്നലെ കണ്ടുപിടിച്ചതാ. ഇത് കുക്കിംഗ് ഇഷ്ടമാണ്. കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓ, അത് ശരി. അപ്പൊ ഈ കോൺടെസ്റ്റിലും വിജയിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു റംബൂട്ടാൻ ആപ്പിൾ പിന്നെന്തായിരുന്നു ബനാന പായസം. ശരി. നമ്മുടെ അവസാനത്തെ കണ്ടസ്റ്റന്റ് മേരി ചേച്ചിയാണ്. മേരി ചേച്ചി എന്ത് പായസമാണെന്ന് ഇവിടെ? ഞാൻ ഉണ്ടാക്കുന്നത് അലോവേര, വാഴപ്പിണ്ടി, ചെറുപയർ, ബദാം. അലോവേര, വാഴപ്പിണ്ടി, ചെറുപയർ, ബദാം, എല്ലാം തേൻ എല്ലാം മിക്സ്ഡ് പായസമാണ്. ആരോഗ്യത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അല്ലേ? എല്ലാം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് എല്ലാം ഉള്ള ഒരു. പിന്നെ എന്തൊക്കെയാ വേണ്ടത്? നെയ്യ്, തേനുണ്ട്, കശുവണ്ടി വറുത്തതുണ്ട്, മുന്തിരി. ഇതെന്താ? അത് കൂവപ്പൊടി. ഓ, ആരോറൂട്ട് പൗഡർ. കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. അല്ലാതെ ഇതൊന്നും കഴിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെയാകുമ്പോൾ 4 മണിക്ക് സ്കൂൾ വിട്ടു വരുമ്പോൾ കുട്ടികൾക്ക് അതൊരു വിഭവമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ഫുഡായിരിക്കും. ചേച്ചി വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്? ഞാൻ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് ഡെയിലി കൊടുത്തുകൊണ്ടിരുന്നതാണ്. കൃഷി ചെയ്യുന്നുണ്ട് അലോവേര. വീട്ടിൽ തന്നെ കൃഷിയുണ്ട്. അപ്പൊ ഈ അലോവേര, ചെറുപയർ, വാഴപ്പിണ്ടി കൊത്തിയരിഞ്ഞ നെയ്യില് വറുത്തെടുത്തത് പായസം. കുറെ കണ്ടന്റ്സ് ഉണ്ട്. അപ്പൊ കുറെ സമയം എടുക്കും. കുട്ടികൾ 2 പേരും നേഴ്സാണ്. അവര് ലണ്ടനിലാണ്. മൂത്ത മോള് PG ചെയ്തിട്ട് ചെറിയ മോള് ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യും. ശരി. അപ്പൊ ഈ പായസം ഉണ്ടാക്കിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവരും പായസം ഉണ്ടാക്കാൻ റെഡി ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. ചേച്ചി കരിക്ക് പായസാണല്ലേ? ആദ്യം എന്താ ആദ്യത്തെ സ്റ്റെപ്പ്? ആദ്യം ശർക്കര ഒഴിക്കണം. ഒഴിച്ചോളൂ. ശർക്കര ഒന്ന് ചൂടായി വരുമ്പോ കരിക്കിടണം. ഇപ്പൊ ഇതിന് ചേച്ചി എത്ര കരിക്ക് എടുത്തിട്ടുണ്ട്? ഇതൊരു 3 കരിക്ക്. 3 എണ്ണം ഉണ്ട് അല്ലേ? പിന്നെ ഇതിന്റെ കൂടെ തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കണം. ശർക്കരയുടെ കൂടെ തന്നെ അല്പം നെയ്യ് ഒഴിക്കുക. ചൂടായി വരുമ്പോ കരിക്കിടുക. ഇനിയിപ്പോ കരിക്കിടാറായി. ഇത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നതും എന്നാൽ മലയാളികൾക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണ്. വളരെ വിറ്റാമിൻ ഉള്ള സാധനമാണ്. അപ്പൊ ചേച്ചി തയ്യാറാക്കിക്കോളൂ. ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്തും കൂടെ പോയിട്ട് വരാം. ബിൻസി, തെങ്ങിൻ പൂവിലൊക്കെ എത്ര വരെ ആയി? ആദ്യം എന്താ ചെയ്തത്? ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന മുളയരി ആഡ് ചെയ്തു. പിന്നെ തെങ്ങിൻ പൂക്കുലയും അരച്ച പച്ചരിയും ചേർത്ത് അരച്ച് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ശർക്കര പാനി അതിലേക്ക് ആഡ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ്, ഇതിപ്പോ ശർക്കര പാനിയായിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു തിള വരുമ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാം പാല് ആഡ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്യാം. പക്ഷെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. ശരി ബിൻസി, അപ്പൊ തയ്യാറാക്കിക്കോളൂ.
സുജി ചേച്ചി റംബൂട്ടാനൊക്കെ ആഡ് ചെയ്തോ? അതെല്ലാം കൂടി എന്തൊക്കെ ചെയ്തു ഇതുവരെ? ആദ്യം എന്താ ചെയ്തത്? നെയ്യ് ചൂടാക്കിയിട്ട് ഏത്തപ്പഴവും ആപ്പിളും റംബുട്ടാനും കൂടി മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന അത് നമ്മൾ നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചവ്വേരി ആഡ് ചെയ്യണം. കുറുകി വരാൻ ചവ്വേരി കുറച്ച് ഇപ്പൊ ആഡ് ചെയ്യാറായോ ചവ്വേരി? ഇല്ല, ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ഒന്ന് വഴണ്ട് വന്ന ശേഷം. സുജി ചേച്ചിക്ക് കുക്കിംഗ് പാഷൻ ആണോ? ചെയ്യാറുണ്ട്, പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട്. ഇതിനുശേഷം ഇനി ചവ്വരി അല്ലേ? ചവ്വരി അതിനുശേഷം തേങ്ങാപ്പാല് അല്ല, ശർക്കര ചേർത്തിട്ടില്ല, ശർക്കര. അപ്പൊ ഉണ്ടാക്കിക്കോളൂ. ഞാൻ മേരി ചേച്ചിയുടെ അടുത്ത് പോയി വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വരാം. മേരി ചേച്ചി, നമ്മുടെ ഹെൽത്തി പായസം ഏതുവരെ എത്തി? ആദ്യം എന്താ ചെയ്തത്? ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ നെയ്യ് ഒഴിച്ച് 2 സ്പൂണ് നമ്മള് കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന വാഴപ്പിണ്ടി അതിലിട്ട് വറുത്ത് കുറച്ച് ബ്രൗൺ കളറായപ്പോൾ നെയ്യിൽ വഴറ്റിയെടുത്തു. അതിനുശേഷം അരച്ച് വെച്ചിരുന്ന നെയ്യിൽ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ ഇതിൽ മിക്സ് ചെയ്ത് ചൂടാക്കുന്നു. ഇത് ചൂടായി വരുമ്പോൾ അടുത്തത് ഇനിയിപ്പം ഞാൻ ഈ ആക്കി വെച്ചിരിക്കുന്ന വെല്ലം ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. തിളച്ച് ഇത് ഇതായി വരുമ്പോൾ ബാക്കി മിക്സുകൾ ഓരോന്നോരോന്നായിട്ട് കൂട്ടി കൊടുക്കുക. ഈ ആരോറൂട്ട് പൗഡർ ലാസ്റ്റ് ഇടുള്ളൂ. അത് ലാസ്റ്റ് ടേസ്റ്റിന് വേണ്ടി കുട്ടികൾക്ക് ഭയങ്കര നമുക്ക് വലിയവർക്കും നല്ലതാണ്. ചൂടിനെ തടുക്കാൻ നല്ല ഹെൽത്തി ഫുഡാണ് ആരോറൂട്ട്. അലോവേര വന്നിട്ട് നമ്മുടെ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കുന്നുണ്ട്. ഒരു ഇല്ല, വയറിന് ഈ വാഴപ്പിണ്ടിയെ സംബന്ധിച്ച് നല്ല ഇതാണ് വയറിന് കിട്ടുന്നത്. എല്ലാം കൊണ്ടും നല്ല ഫുഡാണ്, ഹെൽത്തി ഫുഡാണ്. ശരി ചേച്ചി, അപ്പൊ ഒരു ഹെൽത്തി പായസനായിട്ട് ഞാൻ കാത്തിരിക്കാം. ഉണ്ടാക്കിക്കോളൂ. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം ഏകദേശം പായസമൊക്കെ ഉണ്ടാക്കി തീർന്നു. ഞാനിനി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ചേച്ചി എല്ലാം റെഡിയായോ? ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് എന്തൊക്കെയാ ചെയ്തത്? ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ അലോവേര തേനും കൂടെ വെച്ചിരുന്നത് മിക്സ് ചെയ്തു. തേങ്ങാപ്പാൽ ഒഴിച്ചു. രണ്ടാം പാല് ആദ്യത്തെ മൂന്നാം പാല് കൂട്ടിയിട്ടാണ് ഇത് പയർ വേവിച്ച് വെച്ചത്. രണ്ടാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതാക്കി കശുവണ്ടി ബാക്കിയെല്ലാം മിക്സ്ഡ് കിസ്മിസ് എല്ലാം ആഡ് ചെയ്തു. ഇത് ബൗളിൽ എല്ലാം ആയിട്ടുണ്ട്. ഇനി മാഡം ഇത് രുചിച്ചു നോക്കാം. രുചിച്ചു നോക്കാം. സുജി ചേച്ചി പിന്നെന്തൊക്കെ ചെയ്തു? ശേഷം ശർക്കര ഉരുക്കി ചേർത്തു. പിന്നെ അത് കുറച്ചു നേരം വഴറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ച് കുറയ ശേഷം പിന്നെ ഒന്നാം പാല് ചേർത്ത് വാങ്ങി നെയ്യ് ചൂടാക്കിയിട്ട് നമ്മുടെ കാഷ്യൂനട്ടും കാര്യങ്ങളെല്ലാം ചേർത്ത് പിന്നെ ഏലക്കാപ്പൊടി ചേർത്തു. തേങ്ങ പൊട്ടാക്കിയിട്ട് വറുത്തു. ചേച്ചി പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാക്കാൻ പറ്റിയോ? ഇല്ലേ? ശരി, അപ്പൊ ഒരു സെർവിങ് ബോളിലോട്ട് തന്നോളൂ.
ലിസി ടീച്ചറെ എന്തായി? എൻ്റെ ഞാൻ ഇവിടുന്ന് പോയപ്പോ നമ്മുടെ ആ തെങ്ങിൻ പൂങ്കില മറ്റേ വേറെന്താ ഉണ്ടായിരുന്ന തെങ്ങിൻ പൂക്കില മുളക് അത് ചേർത്തു ഇല്ലേ? അതിനുശേഷം മിക്സ് ചെയ്തു. അതിനുശേഷം ഈ ശർക്കര പാനിയായിട്ട് വെച്ചത് ഒഴിച്ചു. അതൊന്നും തിളച്ച് വന്നപ്പോൾ മൂന്നാം പാൽ ആഡ് ചെയ്തു. തിള വന്നതിന് ശേഷം മൂന്നാം പാൽ ആഡ് ചെയ്തു. തിളച്ച് വന്നപ്പോൾ മൂന്നാം പാൽ ആഡ് ചെയ്തു. ആ മൂന്നാം പാലിലിട്ട് നന്നായിട്ട് വരട്ടി അത് വരട്ടി ഒരു പാകമായപ്പോൾ നമ്മൾ രണ്ടാം പാൽ ആഡ് ചെയ്തു. രണ്ടാം പാൽ കഴിഞ്ഞ് അതും ഒന്ന് തിളച്ച് വന്നപ്പോൾ ഒന്നാം പാൽ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തു. മിൽക്ക് മെയ്ഡ് കുറച്ച് ആഡ് ചെയ്തു. ടേസ്റ്റ് മേക്കറാണ്. പിന്നെ നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, കശുവണ്ടി അതെല്ലാം. അതിന്റെ സ്വീറ്റ് കോണും കൂടെ ഇട്ടു അല്ലേ? സ്വീറ്റ് കോണും നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ബാക്കി പായസങ്ങൾക്ക് നമുക്ക് അത് ഈ കാഷ്യൂനട്ടിന്റെ പോലെ ആഡ് ചെയ്യാമോ? ഈ സ്വീറ്റ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് എയിം ചെയ്തത് കൊണ്ട് ആണ് ഞാൻ സ്വീറ്റ് കോൺ കൂടെ ആഡ് ചെയ്തത്. നമ്മൾ സാധാരണ കശുവണ്ടി കിസ്മിസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇതും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, നെയ്യിൽ അത് വഴറ്റി കഴിയുമ്പോൾ. എനിക്കൊന്ന് മറ്റു പായസങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത്തപ്പൂക്കൾ ഇടുന്നത് പോലെ. നിർമ്മല ചേച്ചി നമ്മുടെ കരിക്ക് ആഡ് ചെയ്തു. അതിനുശേഷം പിന്നെ തേങ്ങാപ്പാൽ ചേർത്തു. അത് കഴിഞ്ഞ് ഒന്നാം പാല് ചേർത്തു. പിന്നെ രണ്ടാം പാല്, അവസാനം മൂന്നാം പാല്, അരിപ്പൊടി കലക്കി ചേർത്തു. അരിപ്പൊടി ചേർത്തു. പിന്നെ കരിക്കാവുമ്പോ കൊഴുപ്പ് വരത്തില്ലല്ലോ, അപ്പൊ കൊഴുപ്പ് വരാൻ വേണ്ടി അരിപ്പൊടി മിക്സ് ചെയ്ത് ചേർത്തു. അതുകൊണ്ടാണ് ഈ കൊഴുപ്പ് വന്നത്. പിന്നെ ഇത് കരിക്ക് പ്രഥമനാ, അതുകൊണ്ട് മധുരം കൂടുതൽ വേണ്ടതുകൊണ്ടാണ് ശർക്കര കൂടുതൽ ചേർത്തത്. ശർക്കര കൂടുതൽ വേണമല്ല. പിന്നെ കശുവണ്ടി പരിപ്പ് ചേർത്തു, ഏലക്കായ ചേർത്തു. മൂന്നാം മിൽക്ക് മെയ്ഡ് ചേർത്തോ? ഇല്ല മിൽക്ക് മെയ്ഡ് ഒന്നും ചേർത്തിട്ടില്ല. നാച്ചുറൽ തേങ്ങ തിരുമ്മി മിക്സിയിലടിച്ച് പാലെടുത്തതാ. ശരി, അപ്പൊ തന്നോളൂ ചേച്ചി, ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. കരിക്ക് പ്രഥമൻ. എല്ലാവരും പായസമൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനിയാണ് ഈ പായസം വെക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ജോലി, റിസൾട്ട് പറയുക എന്നുള്ളത്. കാരണം ഇന്നത്തെ 4 കണ്ടസ്റ്റൻസും വളരെ നല്ല രീതിയിൽ വെച്ചെന്ന് മാത്രമല്ല, 4 വെറൈറ്റിയും ഉണ്ടായിരുന്നു, 4 നല്ല ഹെൽത്തി റെസിപ്പീസും ആയിരുന്നു. എന്നാലും നമുക്ക് ഒരു പ്രൈസേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ പ്രൈസ്, ടീച്ചറിന്റെ മുഖമൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഇന്നത്തെ പായസമേളയില്, ഓണം പായസമേളയില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സുജ ചേച്ചിക്കാണ്. സുജ ചേച്ചി, സമ്മാനം വേണ്ടേ? ടെൻഷൻ മാറിയില്ല തോന്നുന്നു, ചിരിച്ചേ. എന്താ, അപ്പൊ കൺഗ്രാറ്റ്സ്. ഇത് മാത്രമല്ല, പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ ബിസിനസ്സിനും എല്ലാം എല്ലാ ബെസ്റ്റ് ഓഫ് ലക്ക് നേരുന്നു. താങ്ക് യു സോ മച്ച്. ശരി ചേച്ചി. ഓണം പായസമേളയിലെ ഇന്നത്തെ എപ്പിസോഡിൽ 4 കണ്ടസ്റ്റൻസും 4 വെറൈറ്റി പായസങ്ങളാണ് ഉണ്ടാക്കിയത്. പക്ഷെ വെറൈറ്റി മാത്രമല്ലായിരുന്നു ഇന്നത്തെ പ്രാധാന്യം. ഓരോരുത്തരും ഹെൽത്തി ആയിട്ടുള്ളതാണ് ഉണ്ടാക്കിയത്. ഒരാൾ കറ്റാർവാഴ വെച്ചാണെങ്കിൽ മറ്റൊരാൾ മുളയരി വെച്ച്, അങ്ങനെ 4 പേരും 4 ഹെൽത്തി റെസിപ്പീസാണ് നമുക്കിന്ന് തന്നിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. ഇതല്ലാതെ മറ്റ് 4 വെറൈറ്റി പായസങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിലൂടെ കാണാം.
കാത്തിരിക്കുക. Yeah.